ഹലോ അഗി. ഹലോ. ആ പിന്നെ നീ ചൊവ്വാഴ്ച വരാന്ന് പറഞ്ഞില്ലേ? ചൊവ്വാഴ്ച വരാന്ന് പറഞ്ഞു. ഇന്ന് വീട്ടിലേക്ക് വരണ്ട കേട്ടാ. എന്താ മാറ്റിയാ? പിന്നെന്താ ചെയ്യാ? ഉം? പിന്നെന്താ ചെയ്യാ? അല്ല, നമുക്ക് പുറത്തെവിടെയും പോയാലോ? നീ പുറത്ത് എന്ന് പറയുമ്പം പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ എവിടെയാ പോവാ? അവിടെ നീ ഒരു സ്ഥലം കണ്ടുപിടിക്ക്. നമുക്ക് പക്ഷെ രാവിലെ ഇവിടെ സ്ഥലം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും എന്റെ വീട്ടിൽ തന്നെയല്ലേ നല്ലേ? അല്ല, വീട്ടില് പിന്നെ ചെറിയ പ്രശ്നമുണ്ട്. അതെ, അന്ന് നീ വരുന്നത് അപ്പുറത്തെ വീട്ടിലെ ഈ പ്രായമുള്ളൊരു പെണ്ണുങ്ങളുണ്ട്. പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞ്, പിന്നെ ചോദിച്ച് അതാരാ നിന്റെ അടുത്ത് അന്ന് വന്നത്, പിന്നെ നിന്റെ ബന്ധുവായിട്ടാണോ ചോദിച്ചു. എനിക്ക് പറഞ്ഞൂടെ സാധനം ഓർഡർ ചെയ്തിട്ട് വന്നയാന്ന്. അല്ല, പെണ്ണുങ്ങളാണ് പണി കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ പുറത്തിരിക്കുന്നതാണല്ലോ. അപ്പൊ കുറെ സമയമായല്ലോ, എനിക്ക് ഇങ്ങ് മടങ്ങായെന്ന് പറഞ്ഞു. പെണ്ണുങ്ങൾ ഈ സമയം ടൈമെല്ലാം നോക്കി വെച്ചിനാ. പ്രായമുള്ളല്ലേ, അപ്പൊ ഇത് വെറുതെ ഇങ്ങനെ ഇരിക്കും. നമ്മളെ വീട്ടിലാകുമ്പോ നല്ല സൗകര്യമാണ്. നമ്മളിഷ്ടം പോലെ നമുക്ക് എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ നമുക്ക് അവിടെ സ്വസ്ഥമായിട്ട് ചെയ്യാമായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ശരി തന്നെ, എനിക്കും വീട്ടിൽ തന്നെയാണ് സൗകര്യം. പക്ഷേ ഇത് പറഞ്ഞുകൊണ്ട് എനിക്കൊരു പേടി. അത് പെണ്ണുങ്ങള് എന്റെ ഹസ്ബൻഡോടായിട്ടും ചോദിച്ചിട്ടുണ്ടെങ്കിലോ? പക്ഷേ എല്ലാം കൊളായില്ലേ. എന്താ ചെയ്യാ? അതുകൊണ്ട് വേറെ സ്ഥലം കണ്ടുപിടിക്കും. പെട്ടെന്ന് ഇപ്പൊ സ്ഥലം കണ്ടുപിടിക്കാൻ ഞാനാണെങ്കിലും മറ്റന്നാള് നീ വരാൻ പറഞ്ഞതിന്റെ ഒരു മൂഡിൽ ഇങ്ങനെ നിക്കുന്നതാണ്. ഞാനും നല്ല മൂഡിലേനും, ഇല്ലാണ്ട് ഇപ്പൊ ശരിയാവുന്നില്ല. വീട്ടിലേതാണെങ്കിലും തന്നെ പോരാ. നീ കണ്ടുപിടിച്ചിട്ടേ. പക്ഷെ ഞാൻ എന്തായാലും വരും, എനിക്ക് ശരിയാവുന്നില്ല. അന്നേരം രാവിലെ വരുമോ നീ? പരമാവധി രാവിലെ വരും. നീ എവിടെയെങ്കിലും കാത്തുനിന്നാ മതി. എല്ലാം കൂടെ നീ നേരം ബൈക്കിൽ വരുമ്പോ എന്റെ ഡ്രസ്സൊന്നും ആയിരിക്കും മനസ്സിലാവുന്നില്ലല്ലോ. ബൈക്കിലല്ലാണ്ട് വണ്ടിയൊന്നുമില്ല. വേറെ വണ്ടിയൊന്നും ഒപ്പിക്കാൻ കഴിയില്ല. ബൈക്കും ഉണ്ട്, 2 ഹെൽമെറ്റ് ഒപ്പിക്കാം. എന്നാല് വേറെ എന്തെങ്കിലും ഡ്രസ് ഇട്ടിട്ട് വന്നാലോ? വേറെ എന്താ ഡ്രസ് ഉണ്ട്? വേറെ ഡ്രസ് ഇടുക? നീ ഷോള് തലയിലോട്ട് ശരിക്കും മറക്കുക. ചുരിദാറിലും പിടിക്കോ? അതന്നെയാണ്. ഞാനൊരു കാര്യം ചെയ്യാം. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഹോട്ടലുണ്ട്, വരുവാ നീ? അടുത്തല്ലെങ്കിൽ കുറച്ച് ദൂരം വേണം. ഒരു 5 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ അടുത്താകുമ്പോ പ്രശ്നമാണ്. കുറച്ച് ദൂരെയാകുമ്പോ അത് മനസ്സിലാക്കാതെ ഒരു സ്ഥലത്താണെങ്കിൽ നമ്മളിപ്പോ അവർക്ക് എന്തായാലും എന്നെ നിന്നെയും കണ്ടാൽ എന്തായാലും അറിയാം. പിന്നെ എന്റെ ഫ്രണ്ടിനെ അറിയാം, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ ഞാനാരോടും പറയുന്നില്ല. അതല്ലേ പ്രശ്നം. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണെന്ന് ചോദിക്കൂലേ? ഇല്ല, ആദ്യം പറഞ്ഞോളൂ. ആരോടും പറയുന്നില്ല. വിശ്വസിക്കാൻ പറ്റിയ എന്റെ അടുത്ത ഫ്രണ്ടാണ്. CCTV മറ്റേ കാര്യങ്ങളെല്ലാം ഉള്ളതാണ് കേട്ടാ. അങ്ങനെ ആവുന്നില്ല ഒരു സ്ഥലം. അങ്ങനൊരു സ്ഥലത്തേക്ക് ഇപ്പൊ എനിക്കും പറ്റില്ല എന്നെ കൊണ്ടുപോകാൻ. കുന്നും കാടായിട്ട് നോക്കിയാലോ? കുന്നും കാടിനൊക്കെ പോയാല് അത്ര സേഫ് അല്ല യാത്ര.
എന്തേ ഉം? എന്താ നമ്മളെ ചിലപ്പോ അവിടെ ചെല്ലുമ്പോ ഇതുപോലെ നമുക്ക് പരിചയമുള്ളതോ ആരെങ്കിലും അവിടെ വന്നുകൂടാന്നില്ലല്ലോ. ഇപ്പൊ എല്ലാരും അതാണല്ലോ നോക്കുന്നത്. അല്ല അതങ്ങനെ ഇപ്പൊ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ആയതുകൊണ്ടാണ് വിഷയം. വേറെ കൊണ്ടുപോകാം, പക്ഷെങ്കില് എന്റെ പല അഭ്യാസവും ഉണ്ടാവുമല്ലോ. എങ്ങനെ പിന്നെ പല അഭ്യാസവും ഉണ്ടാവുമല്ലോ. അതെല്ലാം ഉണ്ടാവും. പക്ഷെ അതിന് നമുക്ക് പറ്റിയത് ഞാൻ ഈ പറഞ്ഞ എന്റെ ഫ്രണ്ടിന്റെ ഒരു ഹോട്ടലുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണമൊക്കെ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് അവിടെ നന്നായിട്ട് റെസ്റ്റ് എടുക്കാം. ദൂരമില്ലേ? അടുത്തൊന്നും ഇല്ലല്ല, കുറച്ച് ദൂരമുണ്ട്. എനിക്ക് പരിചയമുള്ള ആളെ തന്നെയായിരുന്നു കണ്ടാല്. ഇല്ല, അങ്ങനെ മനസ്സിലാവൊന്നുമില്ല. മനസ്സിലാകാത്ത രീതിയിൽ നീ ഷോളൊക്കെ തലയോട്ടിട്ട് ഹെൽമെറ്റും വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒട്ടും മനസ്സിലാവില്ല. ആ രീതിയിലിരിക്കുക. പിന്നെ അവിടെ കേറുമ്പോ ഇറങ്ങുമ്പോ നോക്കണോ, റൂമിലെത്തി കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട. റൂമിലെത്തുന്ന കാര്യമല്ലേ പ്രശ്നം, ബാക്കിയൊന്നും പേടിക്കണ്ട. ബാക്കി പിന്നെ ഞാനല്ലേ കാണുള്ളൂ. തിരിച്ചെന്നെ വീട്ടിലെത്തിക്കൂലേ? പിന്നെ അവിടെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? വീട്ടിലൊക്കെ എത്തിക്കും. വീട്ടിലെത്തിക്കൂല, വീടിന്റെ അടുത്ത് വരെ എത്തിച്ചേരാം. വീടിന്റെ അടുത്തെത്തിച്ചാലും പ്രശ്നമാണ്. അല്ല, ഞാൻ അടുത്ത ടൗണിൽ അവിടെ ഇറക്കിയാ നീ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പോയാ പോരെ? അങ്ങനെ ചെയ്യാം. ഇതാണ് ഞാൻ മുമ്പേ വിളിച്ചപ്പോ നീ വന്നിരുന്നെങ്കിൽ ഇതിനൊരു നമുക്കൊരു പരിചയമായിരുന്നു. ഇതിപ്പോ ആദ്യമായിട്ടാണ് പുറത്തു പോകുന്നത്. എല്ലാം ഞാനൊരു കാര്യം പറയട്ടെ. അവരെപ്പം പുറത്തൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാന് വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് നടന്നിട്ട് വന്നാലോ? അത് മറ്റേ ഒരു മാതിരി പെണ്ണുങ്ങളാ. അത് കുറച്ച് പ്രായമുണ്ട്. പടി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാരും പോയി കഴിഞ്ഞാൽ പുറത്ത് നിൽക്കും. സത്യം പറഞ്ഞാൽ വീട്ടിലായിരുന്നു ഏറ്റവും നല്ലത്. വീട്ടിൽ തന്നെയാ നല്ലത്. അന്നത്തെ സംഭവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ സൂപ്പറല്ലേ. ഓരോന്നിങ്ങനെ പഠിപ്പിച്ചിട്ട് പനക്കെന്ന് പറയണ്ടേ. പിന്നെ അങ്ങനെ തന്നെയല്ലേ കഴിയാത്ത അവസ്ഥ. വീട്ടിലേത് എന്താ പറയാ, വീട്ടിലെ ഭക്ഷണം കഴിച്ച് മടുക്കുമ്പോന്നല്ലോ പുറത്തുള്ളതിന് ഓർഡർ ചെയ്യുന്നത്. ചോറ് തിന്ന് മതിയായി ബിരിയാണി വേണം തോന്നുന്നു. ചോറ് തിന്ന് മതിയായി ബിരിയാണി വേണം തോന്നി. അതുകൊണ്ടല്ല ഞാൻ ബിരിയാണി ആണോണ്ടിരിക്കുന്നത്. അപ്പം ബിരിയാണി എന്ന് കഴിഞ്ഞിട്ട് ഐസ്ക്രീമും തരുന്നുണ്ട്. നല്ല വൃത്തിക്കങ്ങ് കഴിച്ചാ മതി. എനക്ക് പിന്നെ എപ്പം ബിരിയാണി തന്നെയാണ്. ഇത് പറ, എന്നിട്ട് ഇത് പറ, എന്താ ചെയ്യാ? ഇത് റെഡിയാന്നെങ്കിൽ ഞാൻ അവിടെ വിളിച്ചിട്ട് അറേഞ്ച് ചെയ്യണം. അത്ര എനിക്കിത് റെഡിയാക്കി വെക്കണ്ടേ? അത്ര വലിയ സ്ഥലമൊന്നുമല്ല, അധികം ഒരുപാട് ആള് വരുന്ന സ്ഥലമൊന്നുമല്ല. കുറച്ച് ഉള്ളോട്ട്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ കുറച്ച് ഉള്ളോട്ടാണ്. കുഴപ്പമില്ല, ചിലപ്പോ നമ്മൾ മാത്രമേ ഉണ്ടാവുകയും ചെയ്യും. പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ പേടിക്കാണ്ട് പിന്നെ പേടിക്കേണ്ടതുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഒരുപാട് അന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. വീട്ടിലാകുമ്പോ പിന്നെ ഒരു പേടിയില്ല. പുറത്തു പോയി കഴിഞ്ഞാ പഠിപ്പിച്ച് വീട്ടില് എത്തിക്കണ്ടാക്കുവോ? വീട്ടില് എത്തിക്കാണ്ടാവൂല. വീട്ടിന്ന് കിട്ടുന്നത്
വേണ്ടാന്ന് വെക്കാണ്ടെന്നാ മതി. ഉം. നേരാന്ന് പ്രശ്നമാവും. വീട്ടിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിക്കണം. എല്ലാം ഒന്നരപ്പടയായിട്ട് മറ്റേ ഉം. ഞാന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോ സംശയം വരും. ഇവള് പുറത്തുനിന്ന് ഇടുന്നു നന്നായിട്ട് കഴിക്കുന്നുണ്ട് എന്ന് തോന്നും. ഈ പുറത്തു പോകുന്നതൊന്നും അറിയില്ലല്ലോ അല്ലേ. അതൊന്നും അറിയില്ല. ഉം. നീ പറഞ്ഞു പഠിപ്പിക്കില്ല. ഒരുപാട് മേക്കപ്പ് ഒന്നും ഇട്ടിട്ട് വരണ്ട കേട്ടോ. മനസ്സിലായി. അതെല്ലാം കൂടി പിന്നെ എന്റെ കുടലിലേക്കാണ് നിർത്തുക. മേക്കപ്പ് ഇല്ലാണ്ട് വരുന്നതല്ല. എന്നാലും മൊത്തം ഷോളൊക്കെ ഇട്ട് മൂടൂലേ, ആരെ കാണിക്കാനാ. അതുകൊണ്ടാണ് വീട്ടിലാകുമ്പോ പിന്നെ അതൊന്നും ഉണ്ടാവില്ലല്ലോ. വീട്ടിൽ പറ്റുന്നില്ലല്ലോ. എല്ലാ ദിവസവും ഇങ്ങനെ പ്രശ്നമില്ലേ. ബെസ്റ്റ്. എല്ലാ ദിവസവും ഇങ്ങനെ പുറത്തേക്ക് പോകേണ്ട അവസ്ഥയാക്കില്ല കേട്ടോ. അയ്യോ, വീട്ടിലിപ്പോ ഓരോ സ്ഥലത്ത് പോകുമ്പോ ഞാനിത് ലീവാക്കിക്കൊണ്ടേ ഇരിക്കും വേണ്ടേ. വീട്ടിൽ വരുമ്പം ഒരു 2 മണിക്കൂർ പോകുന്നല്ലേ ഉള്ളൂ. കുഴപ്പമില്ല. ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് ലീവാക്കിയ പ്രശ്നമൊന്നുമില്ല എനിക്ക്. ബിരിയാണിയും പാൽപ്പായസവും എല്ലാം കൂടി ഒരുമിച്ചല്ലേ. എല്ലാ ദിവസവും ഇല്ലല്ലോ. എല്ലാ ദിവസം വേണമെന്നുണ്ടേനു. എനിക്ക് പണി വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പുറത്തുനിന്നല്ല, വീട്ടിൻ്റെ അകത്തുനിന്നാലും കുഴപ്പമില്ല. വീട്ടിൽ പറ്റുന്ന തോന്നുന്നില്ല. എന്തായാലും ഞാനിത് ഉറപ്പിക്കട്ടെ എന്നാല്. തിങ്കളാഴ്ച വൈകുന്നേരം വിളിക്കാം. ശരി, ഓക്കെ.